ഹേ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്റ്റീവ് ഹാരിങ്ടന്റെ നമ്മുടെ ജോയ് കീരിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന മൂവിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. റിവ്യൂ എന്ന സീനെ നമുക്ക് വിട്ടേക്കാം. എനിവേ 2016 തൊട്ട് ഞാൻ ഈ ജോയ് കീരിയുടെ വലിയൊരു ഫാനാണ്. 2015 സ്ട്രേഞ്ചർ തിങ്സ് റിലീസ് ആയത്, ബട്ട് ഞാൻ കണ്ടത് 2016 സോ അന്ന് തൊട്ട് ഇപ്പോൾ വരെ ഇങ്ങനെയുള്ള എല്ലാ വർക്ക്സും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രീ ഗൈ എന്ന റയാൻ റോളൻസിന്റെ മൂവിയിലൊക്കെ അപ്പിയർ ആയിരുന്നു, പക്ഷേ അതൊക്കെ സൈഡ് ക്യാരക്ടർ ആയിട്ടാണ് പ്ലേ ചെയ്തത്. പിന്നീട് സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ അവസാനിച്ച് പുള്ളിയുടെ മെയിൻ ലീഡിൽ ഒരു മൂവി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ആ മൂവി കാണാൻ. ആൻഡ് ഇതിൽ ലിയാൻ നീസൺ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എക്സൈറ്റ്മെന്റ് ഡബിൾ മടങ്ങായിരുന്നു. കാരണം മൂജി ഹോളിവുഡ് ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം തന്നെ ഈ ഒരു ലിയാം നീസൺ എന്ന ക്യാരക്ടറിനെ, ഈ ഒരു ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോണി ക്യാമ്പബേലാണ്. ഒരു ഹൊറർ സോംബി കോമഡി എന്ന ജേണറിലാണ് ഈ മൂവി ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഹൊറർ എലമെന്റ്സോ ഒരു സോംബി മൂവി എന്ന വൈബ് ഇത് നമുക്ക് കിട്ടില്ല. ഈ മൂവിയുടെ വൺ ലൈന്, അതേപോലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, VFX, ഓൾസോ നമ്മുടെ ജോയ് കീരിയുടെ ആക്ടിംഗ് ഒക്കെ പക്കയായിരുന്നു. ബട്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ളൂ. ഈ മൂവിയിൽ ലിയാം നീസനെ ഒന്നും ശരിക്കും യൂസ് ചെയ്തേയില്ല. വേണമെങ്കിൽ ഈ മൂവിയുടെ വൺ ലൈൻ വെച്ച് നോക്കിയാൽ ഇതിനകത്ത് ആക്ഷനും ഹൊറർ എലമെന്റ്സും നല്ല രീതിയിൽ വർക്കായനെ. ബട്ട് അവരത് ചെയ്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സോംബി മൂവിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഒരു സിമ്പിളായ മൂവി. ആക്ച്വലി ഇവർ വലിയൊരു സോംബി ഇൻവേഷൻ തടഞ്ഞു അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ. പക്ഷേ മൂവിയുടെ എൻഡിൽ ഇത് വീണ്ടും കണ്ടിന്യൂ ആകുന്ന രീതിയിലാണ് അവസാനിപ്പിച്ചത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി വൺ ടൈം വാച്ചബിൾ ആണ്. ഡ്യൂറേഷൻ വളരെ കുറവാണ്. ഈ മൂവി പെട്ടെന്ന് തന്നെ തീരും. ആൻഡ് ഒരു ജോയ് കീരി ഫാൻ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റീവ് ഹാരിങ്ടൺ എന്ന ക്യാരക്ടറിന്റെ ഫാൻ ആണെങ്കിൽ പുള്ളിനെ കാണാൻ വേണ്ടി ഈ മൂവി കാണാം. റേറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. മലയാളത്തിൽ ഈ മൂവിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. സോ കുറെ വ്യൂസ് കിട്ടുമെന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, ഗുഡ് നൈറ്റ് ടു യു ഓൾ. ബൈ.